ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കുറച്ച് കൃഷിയുടെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഇടണത്. അതായത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. വീട്ടിൽ രാവിലെ എണീച്ച് ചോറും കറിയും വെക്കുക, അതൊക്കെയാണ്. ഇന്ന് രാവിലെ എണീച്ച് ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ എല്ലാം അടുപ്പിൽ വെക്കേണ്ടി വന്നു. ഗ്യാസ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാൻ പറഞ്ഞു ഇന്ന് ഗ്യാസ് വേണ്ടി വരില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം അടുപ്പിൽ വെക്കും കേട്ടോ. എനിക്ക് അടുപ്പിലുണ്ടാക്കുന്ന കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി, വെള്ളം കുടിക്കാൻ തിളപ്പിച്ചത്, ചിക്കൻ കറി വെച്ചത്, പാല് തിളപ്പിച്ചത് എല്ലാം അടുപ്പത്താണ്. ഈ പുകയില്ലാത്ത ആ അടുപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം പാത്രത്തിൻ്റെ അടിവശത്ത് മാത്രമല്ലേ കാര്യമാവുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ റോഡരികാണ്. അവിടെ നമ്മുടെ ഓലിപ്പാറ പള്ളിയുടെ ആ സൈഡ് കുറച്ച് ദൂരമുള്ളൂ, ഒരു 500 മീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് വണ്ടി പോയി വെച്ചിട്ടിപ്പോൾ നോക്കിയതാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാം അടുപ്പത്തുണ്ടാക്കി. കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമ്മളൊക്കെ നേരത്തെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വലിയ ഗ്യാസിലായിരുന്നല്ലോ. ഞാനൊക്കെ ഈ അടുപ്പത്ത് തന്നെയല്ലേ വെച്ചെല്ലാം ഉണ്ടാക്കുകയും കഴിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റായി. ഗ്യാസിൽ വയ്ക്കണ കറികളെക്കാളും എപ്പോഴും ടേസ്റ്റാണ് നമ്മൾ അടുപ്പത്ത് വെച്ചുണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഫ്രൈ പാൻ വെക്കേണ്ട വന്നു. അല്ലാണ്ട് നമുക്ക് അന്നത്തെ പോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടിയൊക്കെ കാണണം. നമ്മുടെ പറമ്പെന്നൊന്നും പറയാൻ ഒരുപാട് സ്ഥലം, മൊത്തം 11.5 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു വീടുമാണ് ഉള്ളത്. അപ്പോൾ ഈ മണ്ണിട്ട് പണിത കാരണം താഴേക്ക് കുത്തിനുള്ള ഇറക്കാണ്. അപ്പോൾ ഈ അവിടെ കെട്ടിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ കടം തന്നെ വീട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ ചുറ്റും പുറം മൊത്തം ആഞ്ഞിലിയൊക്കെയാണ് ഉള്ളത്. ചോലയാണ്, എന്നാലും അങ്ങനെ ഒന്നും നടാൻ പറ്റില്ല. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ വീട് പണിത സമയത്ത് 7000 രൂപയുടെ തയ്യൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ ഇന്നാൾ വന്നപ്പോൾ വാങ്ങി ചോദിക്കുകയാണ്, 7000 രൂപയ്ക്ക് വാങ്ങിച്ച തയ്യൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു എന്നോട്. പക്ഷെ അതൊക്കെ നശിച്ചു പോയി. ആരും ശ്രദ്ധിക്കാതെ ഒരു കൊല്ലം വെയിറ്റിലേക്ക് അല്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഞാൻ 10-27 ഏത്തവാഴയും റോബസ്റ്റ് ഞാലിപ്പൂവനൊക്കെ വാങ്ങിച്ച് നട്ടു. ഇവിടെ കുത്തനെയുള്ള ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ താഴേക്ക് ഊർന്നു പോവും, പിന്നെ വലിഞ്ഞേറി വരും. അങ്ങനെയൊക്കെ എല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് എന്നും നനച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്ന് മഴ പെയ്യുന്നതാണ് എൻ്റെ വിചാരം. അന്ന് മഴ പെയ്യുമായിരിക്കാം. പിന്നെ അതിന് മാത്രം സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടുണ്ടെന്ന് ഞാൻ പറയണെന്നാന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ എപ്പോഴും എക്സസൈസിന് ജിമ്മിൽ പോകണു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണവരുണ്ട്. എടുത്ത് മുമ്പ് എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ആ കുടിയിലൊക്കെ ഒരു കറിവേപ്പ് തൈ നടുവോ, ഒരു കാന്താരിമുളകിൻ്റെ തൈ നടുവോ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജിമ്മിൽ പോകണതൊക്കെ ഒഴിവാക്കാം. നമുക്ക് കുറച്ചൊക്കെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ തോന്നും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊന്നും ഇനി കുറച്ച് നാളത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ തോന്നണില്ല. കാരണം ഇന്നലെ എനിക്ക് ഇച്ചിരി പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പം ആ ഹോസ്പിറ്റലിൽ പോയ കാര്യവും അതിൻ്റെ എന്താണ് പറഞ്ഞേക്കണം എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. ഇച്ചിരി പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയും. ഇപ്പം നമ്മൾ കൃഷികളുടെ വീഡിയോ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിവിടെ വന്നിട്ട് ചെയ്ത പരിപാടികളാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ വാഴകൾ വെച്ചു. ആദ്യം കുറച്ച് ഏത്തവാഴയൊക്കെ വെച്ച്, അതിൻ്റെ ഇടയ്ക്ക് റോബസ്റ്റ ഞാലിപ്പൂവനൊക്കെ വെച്ച്, പിന്നെ മുളകും തൈ. ഈ മുളകാണിത്. ഇത് മുള്ളാത്തല്ലേ, മുള്ളാത്ത പറഞ്ഞാൽ അതിൻ്റെ തൈ വെച്ചേക്കുന്നതാണ്. ഇതും കാന്താരിമുളകാണ്. താഴേക്കൊക്കെ വാഴ വെച്ചേക്കാണ്. ഇതിൽ ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടെ മണ്ണിട്ടിട്ടാണ് വീട് പണിത്. അപ്പോൾ മണ്ണിട്ട് നികത്തിയിട്ടാണ് വീട് പണിത്. അപ്പോൾ കുത്തനെ ഇറക്കാണ്. ഇവിടെ നിന്ന് കെട്ടിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം വീടിൻ്റെ കടം തന്നെ വീട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിത് കെട്ടാനുള്ള ഒരവസ്ഥയല്ല ഇപ്പോൾ. ഇതൊരു റംബൂട്ടാൻ്റെ തയ്യാട്ടോ. ഈ ജാതിയൊക്കെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നന്നായിട്ട് നിന്ന ജാതിയാണ്. ഇതൊക്കെ കാച്ചില്ല ഇതുവരെയും. പക്ഷേ ഇത് കുട്ടികളും ശ്രദ്ധിച്ചിട്ടുണ്ടായാലോ, ഇതൊക്കെ ആകെ പോയി. പിന്നെ ഇവിടെയൊക്കെ ഞാൻ വാഴ ഇട്ടേക്കണം. ഇത് വളരെ ചെറുതിലൊക്കെ ആക്കണ ഒരു പ്ലാവ് നട്ടതാണ് ഞാൻ. പക്ഷേ ആ പ്ലാവ് അങ്ങോട്ട് ചോലയാണ്. അപ്പടി ചുറ്റും ആഞ്ഞിലിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ ഓരോന്നും ഒരു സെറ്റാവണില്ല. ഞാൻ വന്നപ്പോഴേക്ക് കറിവേപ്പൊക്കെ ആകെ നശിച്ചു പോയായിരുന്നു. ഒരു ചാമ്പയുടെ അവസ്ഥ ഉണ്ടോ. പക്ഷെ ഇപ്പോൾ ഇത് കിളിർത്ത് വരുന്നുണ്ട് ഞാൻ വന്നേപ്പിന്നെ നനച്ചതിന് ശേഷം. പിന്നെ പയറൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ നട്ടേക്കുന്നത്. ഇപ്പോൾ ചുവന്ന ചീര, പാവലം,
പാവലൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്, മുകളിൽ ഞാൻ പന്തലിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. എല്ലായിടത്തും പയർ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വച്ചേക്കണതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വെച്ചിട്ടുണ്ട്. എന്താകാണ് ചുമ്മാ എല്ലാം ഇരിക്കട്ടെ എന്ന് ഒരു വഴിക്ക് പോവല്ലേ, എല്ലാം കൂടെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ചിരക്കയുടെ തൈയാണ്. ചിരക്ക നട്ടുപിടിപ്പിച്ചു. പിന്നെ വാഴകളൊക്കെ എല്ലാം നല്ല കരുത്തോട് പൊങ്ങി വന്നിട്ടുണ്ട്. പാവലോ ഇത് ഞങ്ങളുടെ പന്തൽ പിന്നെ കേരവള്ളി കൊണ്ട് പന്തലിട്ട് കൊടുത്ത്. ഇതൊക്കെ ഞങ്ങളോട് വരുമ്പോൾ ഈ കുടിയിലേക്ക് നോക്കാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വനം പിടിച്ചെടുക്കായിരുന്നു. ഇതൊക്കെ നിൽക്കുന്ന പടവലാണ് കേട്ടോ. പടവലത്തിൻ്റെ തൈയാണ് കയറി നിൽക്കണം. പിന്നെ തക്കാളി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. തക്കാളി അവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിവിടെ നേരത്തെ പോണതിന് മുമ്പൊക്കെ വെച്ച റംബൂട്ടാനാണ്. അതൊക്കെ ഈ പ്രാവശ്യം കായ്ക്കുന്ന വിചാരിച്ചു, പക്ഷേ കാച്ചില്ല. ആകെ ഒരു നനയ്ക്കണമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ നനച്ചതിന് ശേഷം നന്നായിട്ട് കൂമ്പൊക്കെ എടുത്ത് കയറുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നട്ടത് ചാക്കിനകത്ത് നട്ടേക്കണ കുക്കുംബറാണ് കേട്ടോ. ചാക്കിൻ്റെ ഉള്ളിൽ കുക്കുംബർ വെച്ചിട്ട് ഇത് യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് കുക്കുംബറൊക്കെ കോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ഉണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ വച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട്. ഈ ഫാഷൻ ഫ്രൂട്ടും അമ്പഴവും കൂടെ അടുത്തടുത്ത് നട്ടത്. അമ്പഴം താഴത്തെ കുടിയിൽ നിന്നതാണ്. പക്ഷേ അത് ഞാൻ വന്നപ്പോഴും ഇത് മോൾ വശത്തുനിന്ന് ഇത്രയും കൂടി കരിഞ്ഞ് ഉണങ്ങിപ്പോയി. വലിയ അമ്പഴമായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുപോയി അടിവശത്ത് തിളർത്ത് വന്നായിരുന്നു. അതവിടെ കൊണ്ടുപോയി നനച്ചപ്പോൾ നന്നായിട്ട് കയറി വന്നുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടും കോവലും കൂടി ഞാനൊരു പന്തലങ്ങോട്ട് കെട്ടി കണ്ട അതിനകത്തേക്ക് കയറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇത് വയലറ്റ് ഫാഷൻ ഫ്രൂട്ടും യെല്ലോ ഫാഷൻ ഫ്രൂട്ടും ഇല്ല, അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇത് മത്തങ്ങ മുളക് ഞാനൊരു തൈ വാങ്ങിച്ചിട്ട് ഇട്ട് നിറച്ച് പൂക്കുണ്ട്, നിറച്ചുണ്ടാകുന്നുണ്ട്. ഇതൊരു ചാമ്പയാണ്. ഇതും പെട്ടെന്ന് കായ്ക്കണമെന്ന് പറഞ്ഞ് തന്നാണ്. ഇതൊരു കാന്താരി മുളകിൻ്റെ തൈ. ഞാനിവിടെ ഉംറയ്ക്ക് പോണതിന് മുമ്പ് വന്നില്ലേ, വന്നപ്പോൾ ഒരു കുറ്റി പോലൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പാത്തുമ്മട്ട് കളയരുതിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിട്ട് വളമൊക്കെ ഇട്ട് നനച്ചു കൊടുത്തപ്പോൾ പിന്നെ ഇലയൊക്കെ ഇങ്ങനെ ഇതായി വരണ്ട. അതിനെന്താ ചെയ്യാൻ പറ്റണമെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു കേട്ടോ. ഇത് മാവാണ്. ഇത് എപ്പോഴും പൂക്കുണ്ട്, പക്ഷേ ഒരു മാങ്ങ വരെ പിടിക്കണില്ല. നിറച്ച് പൂക്കുണ്ട്, നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കാ പിടിക്കണില്ല. ഇതെൻ്റെ പേര കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളിലൊന്നാണ് പേരയ്ക്ക. ഇത് നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ടിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ പേരയ്ക്ക ഞാൻ പറിച്ചു. ഇതിനകത്ത് കുറേ പേരയ്ക്ക ഉണ്ടായിരുന്നു. കുറേ പേരയ്ക്കൊക്കെ പറിച്ചു. ഉള്ളു ചുമന്ന സൈസ് പേരയാണ് കേട്ടോ. നിറച്ച് പേരയ്ക്കുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്ലാവും തൈ. ഞാൻ കുവൈറ്റിൽ പോയതിന് ശേഷം ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് ഇക്ക വാങ്ങിച്ച് വെച്ചാണ്ട് ഇവിടെ വന്നേ പിന്നെയാണ് ഇതൊന്ന് ഉഷാറായ. കാരണം നനച്ചൊക്കെ കൊടുത്ത് ഇത് പെട്ടെന്ന് കായ്ക്കണ പ്ലാവാണെന്ന് പറഞ്ഞിട്ട് നട്ടേക്കണയാണ്. പേരൊന്നും അറിയില്ല, ഞാനെല്ലാം കാണാൻ വാങ്ങിച്ചോടും. ഇതൊരു വഴുതനയാണ്. മുളകും തൈ. ഇത് സപ്പോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ പറഞ്ഞ് നട്ടിട്ട് അതൊന്ന് ചോലയിലൊക്കെ നിൽക്കണോണ്ട് ഉണ്ടാവണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ വാങ്ങിച്ചിട്ടു. ഇത് വഴുതന തന്നെയാണ്. പച്ചമുളക്. പിന്നെ ഇത് നാരങ്ങയാണ്. നാരങ്ങയല്ല, ഓറഞ്ചെന്ന് അവർ പറഞ്ഞത്, പുളിപ്പുള്ള സൈസ് ഓറഞ്ച്. അത് ചെറിയ തൈലേ തന്നെ കായ്ക്കേണ്ട, നിറച്ച് പൂക്കണുണ്ട് കേട്ടോ. അപ്പോൾ പൂത്തായിട്ട് കിളിർത്തെല്ലാം വന്ന് ദേ ഇവിടെ ഒരു കുഞ്ഞ് നാരങ്ങ ഉണ്ടായി വന്നേക്കണുണ്ടോ. ഇതുണ്ടോ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇത് ഇപ്പോൾ കൊണ്ടാട്ടിട്ട് 3-4 മാസമായിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിറച്ച് പൂത്ത് കണ്ടാവുന്നുണ്ട്. ഇതൊരു വെണ്ട. അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടി ഒരു ദിവസം ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാനും കുറച്ച് കോഴിനെ വാങ്ങാനും വേണ്ടി ഓടക്കാലിക്ക് പോയി. ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങാനൊക്കെ ആയിട്ട് അവിടെ വെച്ച് ഓടക്കാലി ഫാമിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എൻ്റെ ആക്സിൽ ഒടിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് ജാമായിപ്പോയി. ഭാഗ്യം കൊണ്ട് വണ്ടിയുടെ അടി പോയില്ല ഞാൻ. എന്തോ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ എൻ്റെ വണ്ടി ഇവിടെ ഞാൻ സൂക്ഷിച്ച് കയറ്റി വെച്ചേക്കാണ്. എൻ്റെ മോൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നന്നാക്കുള്ളൂ. മോന് ജൂണിൽ വരും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോഴീനെ വാങ്ങിച്ചു. ഈ കോഴി ഭയങ്കര കൊത്തായിരുന്നു അത് നിങ്ങളെ. ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തലയെ കുത്തി പൊട്ടിച്ചായിരുന്നു. ഞാൻ എനിക്ക് അതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോഴീനെ വളർത്തുക പറഞ്ഞാൽ. എനിക്ക് വീട്ടിലിരുന്നാലും എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ വേണം. ഇത് ചെറുനാരകത്തിൻ്റെ തൈയാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു പച്ച വല കെട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അപ്പുറത്തെ കുടിയായിട്ട്. അപ്പോൾ കാറ്റ് ഊതുമ്പോൾ അത് ഇങ്ങോട്ട് ചാഞ്ഞു പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതുണ്ടല്ലോ,
ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ വീട് പണിത സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷെ വന്നപ്പോഴേ കരിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വന്നപ്പോൾ 3 ഭാഗത്തായിട്ട് പൂവുണ്ടായി. ആ 3 കൊല പൂവിലും ഓരോ നാരങ്ങ വെച്ചിട്ടുണ്ടായി. ഇതൊന്ന് 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 അങ്ങനെ 3 നാരങ്ങ വെച്ചിട്ടുണ്ടായി. ഇതൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുള്ള എൻ്റെ കൃഷി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ പതുങ്ങിയിരിക്കുന്ന ആളെ കണ്ടു. അവൾ പെണ്ണാട്ടോ. അവൻ പതുങ്ങിയിരിക്കണം. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ഓട്ടോറിക്ഷ പണ്ട് ഈ ഓട്ടോറിക്ഷയിലൊക്കെ 3-6 വരെ പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഇപ്പം ഇക്കായൊന്നുമില്ലല്ലോ, ഇക്ക ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പം അത് പ്രൈവറ്റ് ആക്കിയിട്ട് വീട്ടിലൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ബാവാസ് ഉണ്ടായിരുന്നു. ഇപ്പം അവൻ അതിനകത്ത് റേഷൻ കടയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാറില്ല. അതിങ്ങനെ നശിച്ചു പോയി ചെതലല്ല തുരുമ്പെടുത്തിട്ടൊക്കെ ഇതാക്കി. കണ്ട, ഇതൊക്കെയാണ്. പിന്നെ ഒരു മരം ഉണ്ടല്ലോ ഇവിടെ, മരം നടീലിൻ്റെ ഒരു ദിവസം വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞിട്ട് നട്ടത്. എന്ത് മരമാണെന്ന് പറഞ്ഞുകൂടാ. ഭയങ്കര ഹൈറ്റിൽ, അത് മാത്രം നന്നായിട്ട് കയറിപ്പോയി.